ഇതുപോലുള്ള ഒന്ന് രണ്ട് നാടകങ്ങളുടെ റിഹേഴ്സൽ സെന്ററിലൊക്കെ ഞാൻ പോയി കണ്ടു. അവരെല്ലാം മുത്തുകളാണ്. അവരൊക്കെ എങ്ങനെ കൊണ്ടുവന്നു, ഈ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഈ സംഘാടകനായ MS ദാസിനും രവീന്ദ്രനും എന്നുള്ളത് എന്നെ അതിശയിച്ചു പോയി. മലയാള നാടക ചരിത്രത്തിലെ ഒരു അപൂർവതയായിരിക്കാം ഒരുപക്ഷെ പാലക്കാട് ടാപ്പ് രംഗോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഇത് വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഓഗസ്റ്റ് 15-നാണ് 150 അഭിനേതാക്കൾ 10 മിനിറ്റുള്ള നാടകത്തിലൂടെയാണ് രംഗത്തെത്തുന്നത്. 10 മിനിറ്റും 15 മിനിറ്റുള്ള നാടകങ്ങളിലൂടെ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏകദേശം 1300-ലധികം ആളുകളെയാണ് ഈ നാടകവേദിയുമായിട്ട് ബന്ധിപ്പിച്ചത്. അഭിഭാഷകർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ ഈ നാടകവേദിയുമായി സഹകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സാധാരണക്കാർ, കൂലിപ്പണിക്കാർ, അവരെല്ലാം തന്നെ വീട്ടമ്മമാർ, ഒരിക്കലും അരങ്ങിൽ എത്താത്ത ആളുകൾ, അങ്ങനെ നാടകവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ പോലും നാടകത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ രംഗോത്സവത്തെ സമ്പന്നമാക്കാൻ വേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പുതുമയാണ് മറ്റൊരു ജില്ലയും ഇല്ലാത്ത രീതിയിൽ സംഘടിപ്പിക്കുക. അപ്പോഴാണ് ഞാൻ ഈ മരിപ്പച്ച കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇത്ര വിദഗ്ധരായ വളരെ ഒറിജിനാലിറ്റിയുള്ള കഥാപാത്രങ്ങളായി അവർ അഭിനയിക്കുന്നു എന്നതും, അത് കഥ സംവിധാനം ചെയ്ത അജീഷിനെ പോലുള്ള ആളുകൾ മിടുക്കന്മാരാണല്ലോ എന്നും എനിക്ക് തോന്നിയത് സത്യത്തിൽ ഇത് കണ്ടപ്പോഴാണ്. നാടക റിഹേഴ്സല് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-നാണ് ഞങ്ങൾ നാടകം രംഗത്തെത്തിക്കുന്നത്. കുന്നോളം സ്വപ്നങ്ങളുമായി ഗൾഫിലെത്തിയ മുരുകന്റെയും കൂട്ടരുടെയും കഥയാണ് മരുപ്പച്ച നാടകത്തിലൂടെ ഞങ്ങൾ പറയുന്നത്. ഞാൻ പോവുകയാണ് 7 കടലുകളും കടന്ന് മരുപ്പച്ച തേടി, മുത്തും പൊന്നും പവിഴവും വാരാൻ. നീ എന്തിനാണ് പെണ്ണെ കരയുന്നത്? 1-2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരില്ലേ? എന്തിനാ നീ കരയുന്നത്? പോട്ടെ, നീ ഇങ്ങനെ വിഷമിച്ചാൽ ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ പോകും? അഭിനേതാക്കൾ അരങ്ങിലെത്തുന്നു എന്നതാണ് ഇത്തവണത്തെ രംഗോത്സവത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, അതോടൊപ്പം തന്നെ പ്രമുഖ നാടൻപാട്ട് കലാകാരനും ചലച്ചിത്ര പിന്നണി ഗായകനുമായ പ്രണവൻ ശശി, അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും വലിയൊരു താരമായി മാറിയ കുമരേഷ് വടവന്നൂർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത്തവണ അരങ്ങിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ആളുകൾ, കാരണം ഒരിക്കലും നാടകവുമായി ബന്ധപ്പെടാത്ത ആളുകൾ പോലും വരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ 15 ടീമുകളുടെയും റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു.